ശ്രദ്ധിച്ചിരിക്കാം. എല്ലാവർക്കും വിശുദ്ധ വേദപുസ്തകം തുറക്കാം. Let's open our Bibles. Please turn to the book of Philippians chapter 4. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം. I like to read one familiar verse from that chapter, chapter 4, verse 19. Would you please read from that word? Thank you. Somebody please read from your English Bible. May God shall supply all your need according to His riches in glory by Jesus Christ. Thank you. My God shall supply all your need according to His riches in glory by Christ Jesus. എല്ലാവരും ശ്രദ്ധിച്ചേ. നിങ്ങൾക്ക് ദൈവത്തിൽ നിന്നൊരു വാഗ്ദത്തമുണ്ടോ? ഡു യു ഹാവ് എ പ്രോമിസ് ഫ്രം ദ ലോർഡ്? ദൈവത്തിൽ നമുക്കൊരു വാഗ്ദത്തമുണ്ടോ? നമ്മുടെ കയ്യിൽ ലഭിച്ചിരിക്കുന്ന വിശുദ്ധ വേദപുസ്തകം വാഗ്ദത്തങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുക. ഞാൻ കഴിഞ്ഞ ദിവസത്തെ വെള്ളിയാഴ്ചത്തെ പ്രാർത്ഥനയിൽ ഓർപ്പിച്ചതാണ്, ഏദനിൽ ദൈവം ഒരു മനുഷ്യനെ ഉണ്ടാക്കി നിർത്തി. ജീവനില്ലായിരുന്നു, ജീവൻ കിട്ടാൻ വേണ്ടി അവൻ്റെ മൂക്കിൽ ഊതി. ഇസ്രായേൽ ജനത്തെക്കുറിച്ച് ദർശനം കിട്ടിയപ്പോൾ അസ്ഥികൾ അസ്ഥിയോട് ചേർന്ന് ഞരമ്പും മാംസമൊക്കെ വെച്ചെങ്കിലും ഡെഡ് ബോഡിയായിട്ട് നിന്ന ആ ശരീരത്തിന്മേൽ ദൈവത്തിൻ്റെ കാറ്റ് ഊതി. ഉയർത്തെഴുന്നേറ്റ കർത്താവ് ശിഷ്യന്മാരുടെ നടുവിൽ വന്നു നിന്ന് അവരുടെ മേൽ ഊതിയിട്ട് പറഞ്ഞു, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവീൻ. 3 സംഭവങ്ങൾ പറഞ്ഞിട്ട് തിമോഥെയോസിന്റെ ലേഖനത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, എല്ലാ തിരുവെഴുത്തും ദൈവത്തിന്റെ ശ്വാസമുള്ളതാണ്. ആദിയിൽ ഏദനിൽ ആദാമിന്റെ മേൽ ഊതിയപ്പോൾ അവന് ജീവൻ കിട്ടി. താഴ്വരയിലെ അസ്ഥിയുടെ മേൽ ഊതിയപ്പോൾ അവർക്ക് ജീവൻ കിട്ടി. അപ്പോസ്തലന്മാരുടെ മേൽ ഊതിയപ്പോൾ അവർക്ക് ചൈതന്യം കിട്ടി. ഇന്ന് രാവിലെ വചനത്തിനകത്ത് ദൈവം പകർന്നിരിക്കുന്ന അവന്റെ ശ്വാസം. പ്രൈസ് ദ ലോർഡ്. തിമോഥെയോസ് ലേഖനത്തിലെ വാക്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, എല്ലാ തിരുവെഴുത്തും, all the scriptures are God breathed the word of God. എല്ലാ തിരുവെഴുത്തും ദൈവത്തിന്റെ ബ്രീത്ത് ഉള്ളതാണ്, ശ്വാസമുള്ളതാണ്. ഓക്കെ, നിങ്ങൾക്കൊരു വാഗ്ദത്തമുണ്ടോ? അത് കേവലം അക്ഷരമായിട്ട് നിൽക്കുകയാണോ? പ്രിന്റ് ചെയ്ത് നമ്മുടെ കയ്യിൽ ഇരിക്കുകയാണോ? അത് ഞാൻ കുറെ വാഗ്ദത്തങ്ങൾ പറയാൻ പോകും. ഇന്ന് രാവിലെ ദൈവം എന്റെ ഹൃദയത്തിൽ നൽകിയ കുറെ വാഗ്ദത്ത വാക്യങ്ങൾ തരാൻ പോകുക. അത്യാവശ്യമുള്ളൊരു കുറിച്ചെടുത്തോണം. John chapter 3 verse 16. For God so loved the world that He gave His one and only Son, that whosoever believes in Him shall not perish but shall eternal life. Do you know the breadth and scope of this verse? Praise the Lord. Romans chapter 8 verse 28. And we know that in all things God works for the good of those who love Him, who have been called according to His purpose. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി ആവരിക്കുന്നു. കുറിച്ചോ 3. John chapter 10 verse 9. I am the gate. Whoever enters through me will be saved. He will come in and go out and find pastures. ഞാൻ വാതിലാകുന്നു, എന്നിലൂടെ പ്രവേശിക്കുന്നവൻ രക്ഷിക്കപ്പെടും. അവൻ അകത്തു വരികയും പുറത്തു പോവുകയും മേച്ചിൽ കണ്ടെത്തുകയും ചെയ്യും. ഇത് ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. John chapter 10 verses 27 and 28. My sheep listens to my voice. I know them and they follow me. I give them eternal life and they shall never perish. Listen. I know them and they follow me. I give them eternal life and they shall never perish. അടുത്ത ശ്രദ്ധിച്ചോ. No one can snatch them out of my hand. ഇത് വാഗ്ദത്തമാണെന്ന് വിശ്വസിക്കുന്ന എത്ര പേര് ഇന്ന് രാവിലെ ഹോളിലുണ്ട്? എല്ലാവരും സ്തോത്രം പറഞ്ഞില്ല. ഒന്നുകൂടെ ഞാൻ ആ വാക്യം വായിക്കുന്നു. John chapter 10 verses 27 and 28. My sheep listens to my voice. I know them
and they follow me, I give them eternal life, and they shall never perish. Underline that sentence. They shall never perish, and no one able to snatch them from my hand. എന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിച്ചു കൊണ്ടുപോകുവാൻ ലോകത്തിലെ ഒരു ശക്തിക്ക് കഴിയത്തില്ല. Philippians chapter 4 verses 6 and 7. Philippians chapter 4 verses 6 and 7. Do not be anxious about anything, but in everything, by prayer and petition, with thanksgiving, present your request to God, and the peace of God, which transcends all understanding, will guard your hearts and your minds in Christ Jesus. ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിക്കൂ. അപ്പോൾ എന്ത് സംഭവിക്കും? സകല ബുദ്ധിയെയും കവിയുന്ന ദൈവത്തിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തു യേശുവിങ്കൽ കാക്കും. 1 John chapter 5 verses 14 and 15. This is the confidence we have in approaching God, that if we ask anything according to His will, He hears us. Listen carefully. He hears us. And if we know that He hears us, whatever we ask, we know that we have what we ask of Him. എല്ലാവർക്കും മനസ്സിലായില്ലെന്ന് തോന്നുന്നു. മലയാളത്തിലെ വാക്യം ഒന്ന് വായിച്ചേ. പെട്ടെന്ന് വായിക്കണം. പെട്ടെന്ന്. John 3:16. John 3:16. പ്ലീസ്. യോഹന്നാൻ 3:16 ആദ്യം. അടുത്തയാൾ റോമർ 8:28. യോഹന്നാൻ 10:9. യോഹന്നാൻ 10:27-28. ഫിലിപ്പിയർ 4:6-7. 1 യോഹന്നാൻ 5:14-15. പെട്ടെന്ന് എടുത്തവർക്ക് വായിക്കാം. യാ താങ്ക് യു. അടുത്ത ആൾ വായിക്കാം. റോമൻസ് 8:28. അയ്യോ, താങ്ക് യു. യോഹന്നാൻ 10:9. യോഹന്നാൻ 10:27-28. ഫിലിപ്പിയർ 4:6-7. താങ്ക് യു. 1 യോഹന്നാൻ 5:14-15. Promises of God. Come on. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ. അടുത്ത വാഗ്ദത്തമാണ് ഫിലിപ്പിയർ 4:19. എന്റെ ദൈവമോ, come on, my God shall supply all your needs according to His glorious riches in Christ Jesus. Number 1, God. ദൈവം. നമ്മൾ കേട്ടിരിക്കുന്ന പ്രസംഗം ഒരു അല്പനേരത്തേക്കൊന്ന് മാറ്റി വെക്കണം. ഒന്ന് ഡിലീറ്റ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. വേറെ ഏതെങ്കിലും ഒരു ഡിസ്കിലോട്ടൊന്ന് സെൻഡ് ചെയ്തേച്ചേ. ലിസൺ. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, എനിക്ക് വാഗ്ദത്തം തന്നൊരു ദൈവമുണ്ട്. There is a God. മൈ ഗോഡ് എന്നൊക്കെയാണ് വിളിച്ചിരിക്കുന്നത്. അത് ആ പേഴ്സണൽ അറ്റാച്ച്മെന്റാ. ഞാനിന്ന് രാവിലെ ഈ ദൈവത്തെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ചില വാക്യങ്ങൾ എൻ്റെ ഹൃദയത്തെ തന്നു. ഐശയ്യ chapter 9 verses 6 and 7. പെട്ടെന്ന് വായിക്കാം. യെശയ്യാ പ്രവചനം 9-6-7 വാക്യങ്ങൾ. ആരാണ് ഈ ദൈവം? നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. ആ വാക്കാണ് എന്നെ സ്പർശിച്ചത്. And the government will be on his shoulders. ഇവിടെ ഒരുപാട് ഭരണകൂടങ്ങളെ നമ്മൾ കണ്ടിട്ടുണ്ട്, ഒരുപാട് ഗവൺമെന്റുകളെ നമ്മൾ ഇവിടെ കണ്ടിട്ടുണ്ട്, ഒരുപാട് സാമ്രാജ്യങ്ങളെ നമ്മളിവിടെ കണ്ടിട്ടുണ്ട്. അതെല്ലാം കാലം കൊണ്ട് മാറ്റപ്പെട്ടു പോയതാണ്. എന്നാൽ ഇന്ന് രാവിലെ ഭരണം തോളിലുള്ള ഒരാൾ ഈ ഹോളിൽ വന്നിട്ടുണ്ട്.
ജീസസ്. ഇനി അവന്റെ പേര് പറയുകയാണ്. അവന്റെ പേര് അത്ഭുത മന്ത്രി എന്നാണ്. വണ്ടർഫുൾ കൗൺസിലർ. ഹി ഈസ് വണ്ടർഫുൾ ഇൻ ഹിസ് കൗൺസിൽ. അവൻ തന്റെ ആലോചനയിൽ അത്ഭുതമുള്ള ദൈവമാണ്. ഇപ്പോൾ നിങ്ങൾ കണക്ക് കൂട്ടുന്നതിനപ്പുറമായി ആലോചനയിൽ അതിശയമുള്ള ഒരു ദൈവത്തിന്റെ സാന്നിധ്യം ഈ ഹോളിൽ ഉണ്ടെന്ന് ദൈവമക്കൾ വിശ്വസിക്കണം. അത്ഭുതമന്ത്രി. അടുത്തത് വീരനായ ദൈവം, മൈറ്റി ഗാഡ്. അടുത്തത് അവന്റെ പേര് സമാധാനത്തിന്റെ പ്രഭു എന്നാണ്. ഓ ഹല്ലേലൂയ. ഇറ്റേണൽ ഫാദർ. ഞാൻ ഈ വാക്കുകളൊക്കെ ഇങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവം എന്നോട് ചോദിച്ചു, നിത്യമായിട്ടിരിക്കുന്ന ഒരു പിതാവ് ഈ ഭൂമിയിലുണ്ടോ? ഇല്ല. എന്നും ഇരിക്കുന്ന ഒരു പിതാവ് ഇവിടെ ഇല്ല. പക്ഷേ എന്നും ഇരിക്കുന്ന ഒരു പിതാവുണ്ട്. പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും മനസ്സിലായില്ലെന്ന് തോന്നുന്നു. ഒന്നുകൂടെ പറയാം. എന്നും ഉള്ളൊരു പിതാവുണ്ട്. ഇറ്റേണൽ ഫാദർ, എവർലാസ്റ്റിംഗ് ഗാഡ്. ദാറ്റ് ഈസ് നോ വൺ എൽസ്. അത് മറ്റാരുമല്ല, നാം സേവിക്കുന്ന ദൈവമാണ്. ഇനിയും ആധിപത്യം അവന്റെ തോളിലിരിക്കുമെന്ന ചിന്ത ദൈവമക്കളുടെ മനസ്സിലൊന്ന് വരട്ടെ. ആധിപത്യം അവന്റെ തോളിലിരിക്കും. ഇംഗ്ലീഷിലെ ആ വാക്ക് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ആധിപത്യം എന്നല്ല, ഗവൺമെന്റ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇന്ന് കാലം എന്റെ ദൈവം നടക്കുമ്പോൾ ഗവൺമെന്റ് എവിടെ ഇരിക്കുന്നേ? ഹലോ, അവന്റെ തോളിലിരിക്കുന്നു. ഒരു വാക്യം കൂടെ വായിക്കാം, അപ്പൊ നമുക്കത് മനസ്സിലാകും. ഐശയ്യാ ചാപ്റ്റർ 22 വേഴ്സ് 22 പ്ലീസ്. യെശയ്യാ 22:22 അവന്റെ തോളിലിരിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. ഞാൻ ദാവീദ് ഗൃഹത്തിന്റെ താക്കോൽ. ഓ ഹല്ലേലൂയ. ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ അധികാരമില്ലാത്തൊരു ഗവൺമെന്റ് അല്ല, താക്കോലുള്ള ഗവൺമെന്റാ. പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും മനസ്സിലായില്ലെന്ന് തോന്നുന്നു. ഒന്നുകൂടെ പറയാം. ഇന്ന് രാവിലെ സമയം എന്റെ ദൈവം എന്ന് പൗലോസ് വിളിച്ചു പറയുമ്പോൾ പരിശുദ്ധാത്മാവ് പറയുന്ന ആ ദൈവം ആരാണെന്നറിയാമോ? അധികാരം തോളിലുള്ള, താക്കോല് തോളിലുള്ള, അധികാരം കൈവശമുള്ള ഒരു ദൈവമാണെന്ന് ദൈവമക്കൾ വിശ്വസിക്കണം. സ്തോത്രം. ഇനി അവിടെ എഴുതിയിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിലിരിക്കുമെന്ന് പറഞ്ഞിട്ട് യെശയ്യാ 22:22 പറയുന്നു, ആമേൻ, താക്കോൽ അവന്റെ തോളിലിരിക്കും. അടുത്തത് അതിന്റെ പ്രത്യേകത എന്താണെന്ന് നോക്കാം. അങ്ങനെ ഈ താക്കോലിനൊരു പ്രത്യേകതയുണ്ടോ? ഉണ്ട്. ഈ താക്കോലിട്ട് തുറന്നാൽ അടയ്ക്കാൻ കഴിയുന്ന ഒരു ശക്തിയും ലോകത്തിലില്ല. ഒരു ദൈവ പൈതലിനെ ദൈവം ഉയർത്താൻ തീരുമാനിച്ചാൽ, ഒരു ദൈവ പൈതലിനെ ദൈവം വിടുവിക്കാൻ തീരുമാനിച്ചാൽ, ഒരു ദൈവ പൈതലിനെ ദൈവം മാനിക്കാൻ തീരുമാനിച്ചാൽ, ഒരു ദൈവ പൈതലിനെ ദൈവം സഹായിക്കാൻ തീരുമാനിച്ചാൽ അതിന്റെ വാതിൽ അടയ്ക്കാൻ കഴിയുന്ന ഏതെങ്കിലും താക്കോലി ഭൂമിയിൽ ഉണ്ടോ എന്ന് പരിശുദ്ധാത്മാവ് വെല്ലുവിളിച്ച് നമ്മോട് ചോദിക്കുക. വിശ്വസിക്കുന്ന ദൈവ പൈതൽ ഹോളിൽ നിന്ന് പറയണം, എനിക്ക് വേണ്ടി ദൈവം തുറന്നാൽ, എനിക്ക് വേണ്ടി ദൈവം പ്രവർത്തിച്ചാൽ, എനിക്ക് വേണ്ടി ദൈവം സഹായിച്ചാൽ, എനിക്ക് വേണ്ടി ദൈവം എഴുന്നേറ്റ് വന്നാൽ തകർക്കാൻ കഴിയുന്ന എന്റെ ദൈവം, എന്റെ ദൈവം എന്ന് പാലക്കാട് ഈ ഹോളിൽ നിന്ന് പറയട്ടെ. നെബൂഖദ്നേസറേ, നിനക്ക് അധികാരമുണ്ട്. പക്ഷെ ഒറ്റ നിമിഷം കൊണ്ട് നിന്നെ സിംഹാസനത്തിൽ നിന്ന് ഇറക്കിവിട്ട് കാളയെ പോലെ പുല്ല് തീറ്റിക്കുവാൻ അധികാരം തോളിലുള്ളവനാണ് ഈ ദൈവം. പത്രോസിനെ കാരാഗ്രഹത്തിൽ അടയ്ക്കുമ്പോൾ ഹെരോദാവിന് അധികാരമുണ്ട്. എന്നാൽ ഹെരോദാവിന്റെ അധികാരം കയ്യിലിരിക്കുമ്പോൾ സകലത്തിന്റെയും അധികാരം തോളിലുള്ള ഒരു ദൈവം എഴുന്നേറ്റു. അന്ന് രാത്രി അവന്റെ കയ്യിൽ നിന്ന് ചങ്ങല അഴിഞ്ഞു വീണു, അവന്റെ ബന്ധനങ്ങൾ അഴിഞ്ഞു വീണു, കാരാഗ്രഹത്തിലെ വാതിൽ തുറന്നു, ഇരുമ്പ് വാതിലുകൾ അവന് വേണ്ടി തുറന്നു. ഇന്ന് രാത്രിയിൽ അധികാരമുള്ള കർത്താവാണ് നമ്മുടെ മധ്യത്തിലുള്ളത്. ജീസസ്. എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ടോ? അവൻ തുറക്കും. സ്തോത്രം. രണ്ട് ദൈവമക്കൾ തമ്മിൽ കാണുമ്പോൾ പറയണം, ഹി വിൽ ഓപ്പൺ, ഹി വിൽ ബ്ലസ് യു. രണ്ട് ദൈവമക്കൾ തമ്മിൽ കരം കൊടുക്കുമ്പോൾ പറയണം, ദൈവം വഴി തുറക്കും, ദൈവം വഴി തുറക്കും. ഓ, ഇതിൽ രക്ഷപ്പെടാൻ പോകുന്നില്ലെന്ന് പറയരുത്. ഇത്ര പേർക്ക് മനസ്സിലായെന്നറിയത്തില്ല. ദൈവം വഴി തുറക്കും. Praise the Lord. ഓ പരിശുദ്ധാത്മാവ് ഇന്ന് രാവിലെ സമയം എന്നെ ചലഞ്ച് ചെയ്ത ദൈവത്തിന്റെ ദൂത്, ദൈവത്തിന്റെ സഭയോട് ഞാൻ വിളിച്ചു പറയുന്നു, ആരെല്ലാം കുഴി വെട്ടിയാലും ഇന്ന് രാവിലെ സമയം ആ കുഴി മൂടിയിട്ട് അതിന്റെ മുകളിൽ നിന്നെ നിർത്താൻ കഴിയുന്ന ദൈവത്തിന്റെ കരം ഈ ഹോളിലുണ്ടെന്ന് വിശ്വസിക്കുന്ന ദൈവവൈതൽ ദൈവത്തിന് സ്തോത്രം പറയണം. വിശ്വസിക്കുന്ന ദൈവവൈതൽ ദൈവത്തിന് സ്തോത്രം പറയണം. ഈ രാവിലെ സമയം നിനക്ക് വേണ്ടി തുറന്ന സകല കുഴികളെ അടച്ചിട്ട് അതിന്റെ മുകളിൽ നിന്നെ നിർത്തുവാൻ ദൈവം വിശ്വസ്തനാണ്. പാർഷ്യാലിറ്റി ഇല്ലാത്ത ഒരു ദൈവത്തെയാണ് ദൈവമക്കൾ സേവിക്കുന്നത്. മുഖപക്ഷം കൂടാതെ വിധിക്കുന്ന ഒരു ദൈവത്തെയാണ് ദൈവമക്കൾ സേവിക്കുന്നത്. ഈ രാവിലെ സമയം വാഗ്ദത്തം നിന്റെ കയ്യിലുണ്ടെങ്കിൽ നീ ഉറക്കെ വിളിച്ചു പറ, എന്റെ ദൈവം തുറക്കുമെന്ന് പറ. രണ്ട് ദൈവമക്കൾ തമ്മിൽ കാണുമ്പോൾ പറയാൻ കൊള്ളാവുന്ന വാക്ക് ഞാൻ പറയാം, ഗോഡ് വിൽ ഓപ്പൺ എ വേ.
ഗോഡ് വിൽ ബ്ലസ് യു എന്ന് പറയണം. ഗോഡ് വിൽ ബ്ലസ് യു എന്ന് പറയണം. ദൈവം നിന്നെ അനുഗ്രഹിക്കുമെന്ന് പറയണം. ഇന്ന് രാവിലെ സമയം കരം കൊടുത്തിട്ട് പറയണം, ദൈവം നിന്നെ അനുഗ്രഹിക്കാൻ പോകുക. ഗോഡ് ഈസ് ഗോയിങ് ടു ബ്ലസ് യു. പ്രൈസ് ജീസസ്. സഹോദരി സഹോദരന്മാരെ, യെശയ്യാ 22:22 വീണ്ടും വായിക്കാം. അവൻ തുറന്നാൽ ആരും അടയ്ക്കത്തില്ല. അങ്ങനെ കൂടെ ഉണ്ട് ഇതിനകത്തില്. ജീസസ്. ദൈവം അടച്ചാൽ തുറക്കാൻ പറ്റുന്നവരാരുമില്ല. ഒരു പാസ്റ്ററിനില്ല, ഒരു പ്രവാചകനുമില്ല, ഒരു അപ്പോസ്തലനുമില്ല. ദൈവം അടച്ചാൽ തുറക്കാൻ പറ്റത്തില്ല. ഒറ്റ വഴിയേ ഉള്ളൂ. ദൈവം അടച്ചതിനെ തുറക്കാൻ നമ്മൾ തന്നെ തീരുമാനിച്ചാൽ മതി. ദൈവസനെ നമ്മൾ മടങ്ങി വന്നാൽ മതി. മടങ്ങി വരുന്നു. അവൻ അടച്ചാൽ ആർക്കും തുറക്കാൻ കഴിയത്തില്ല. സ്തോത്രം. വെളിപ്പാട് പുസ്തകത്തിൽ ഇതിന്റെ വ്യാഖ്യാനമുണ്ട്. റെവലേഷൻസ് ചാപ്റ്റർ 3 വേഴ്സസ് 7 and 8. പ്ലീസ് റെവലേഷൻസ്, കം ഓൺ. ഏത് സഭയുടെയാ? വെട്ടരുത്, അവിടെ എഴുതണം ഹെബ്രോൻ സഭയുടെ ദൂതൻ എഴുതുക. അടുത്തത്, ഈ ദൈവം തന്നെ പരിചയപ്പെടുത്തും പറയുമ്പോ ഹോളി ഗോഡ്. എങ്ങനെയുള്ള ദൈവമാ? ഹല്ലേലൂയ. വിശുദ്ധനായ ദൈവം. ആരെല്ലാം അവിശ്വസ്തനായാലും വിശ്വസ്തനായൊരു ദൈവം, സത്യവാനായൊരു ദൈവം, ആരുടെ റെക്കമെൻഡേഷൻ കൂടാതെ എന്നെയും നിങ്ങളെയും നന്നായിട്ട് അറിയുന്ന സത്യവാനായൊരു ദൈവം. പ്രസംഗിക്കുന്ന പാസ്റ്ററെയും പ്രസംഗം കേൾക്കുന്നവരെയും ഒരുപോലെ തൂക്കുന്ന, ഒരുപോലെ അളക്കുന്ന ഒരു ദൈവം. ഓക്കെ, വിശുദ്ധനും സത്യവാനുമായവൻ എന്താ അള്ളി ചെയ്യുന്നത് നോക്കിയേ. ഹല്ലേലൂയ. യെശയ്യാ 22 പറയുന്നു, ദാവീദിന്റെ താക്കോലിനെ കുറിച്ച് പറയുമ്പോൾ പുതിയ നിയമത്തിൽ ഒരു വാക്കൂടെ കൂട്ടിച്ചേർത്തു. അവൻ സാധാരണ താക്കോലും കൊണ്ട് നടക്കുന്ന ആളെന്നല്ല പറഞ്ഞിരിക്കുന്നത്. അവൻ വിശുദ്ധനാണ്, അവൻ സത്യവാനാണ്, അവൻ ദാവീദിന്റെ താക്കോലുള്ളവനാണ്. അടുത്തത് വായിച്ചു. മതിയല്ലോ. Come on. തൊട്ടടുത്തിരിക്കുന്ന ആളിനോട് പറ, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നെന്ന്. ഇല്ല, അറിയുന്നില്ല. സത്യമല്ലത്. അറിയുന്ന ഒരാൾ ഈ ഹോളി വന്നിട്ടുണ്ട്. ഐ നോ വാട്ട് യു ആർ ഡൂയിങ്. നീ എന്താ ചെയ്യുന്നതെന്ന് എനിക്കറിയാം. പത്രോസേ, കരം കൊടുക്കാൻ ഒരു പ്രതിസന്ധി ഉണ്ടില്ലേ? ഞാനൊരു വഴി പറയാം. പോയി ചൂണ്ടയിടുമ്പോൾ ചൂണ്ടയിൽ ആദ്യം കൊത്തുന്നൊരു മീനുണ്ട്. അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ അവിടെ കൊണ്ടു നിർത്തിയിരിക്കുക. അതിൻ്റെ അകത്തൊരു ദ്രമ്യമുണ്ട്, അത് കൊണ്ടുവരണം. എക്സ്റേയും സ്കാനിങ് മെഷീനും MRI ഒക്കെ ഇപ്പോഴാണ് കണ്ടുപിടിച്ചത്. എൻ്റെ ദൈവത്തിൻ്റെ കണ്ണിൽ നിന്ന് പുറപ്പെടുന്ന എക്സ്റേ രശ്മികൾക്ക് ഗലീല കടലിന്റെ അടിത്തട്ടിൽ കിടക്കുന്ന മത്സ്യത്തിന്റെ വയറ്റിലിരുന്ന് ദ്രമ്മയെ കാണാൻ കഴിഞ്ഞെങ്കിൽ ആ ദൈവം ഇന്ന് രാവിലെ സമയം നമ്മുടെ ഹൃദയത്തെ തൊട്ടിട്ട് പറയുക, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. പ്രൈസ് ദി ലോർഡ്. നെഗറ്റീവായിട്ട് മാത്രമല്ല, പോസിറ്റീവായിട്ട് കൂടെ ചിന്തിക്കണം. ദൈവരാജ്യത്തിന് വേണ്ടി നീ ചെയ്തതും ദൈവത്തിന് മഹത്വത്തിന് വേണ്ടി നീ ചെയ്തതും കണ്ണുനീരോടെ നീ വിതച്ചതും ഇന്ന് രാവിലെ സ്വർഗം കണ്ടിട്ട് പറയുക, ഐ നോ വാട്ട് യു ആർ ഡൂയിങ്. നീ എന്താ ചെയ്യുന്നതെന്ന് എനിക്കറിയാം. വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാവിലെ സമയം ഈ ഹോളിൽ നിന്ന് പറയണം, അവൻ എന്റെ പ്രവൃത്തി അറിയുന്ന ദൈവമാണ്. ജീസസ്. ആധിപത്യം അവന്റെ തോളിൽ. ദാവീദിന്റെ താക്കോലുള്ളവൻ. മൈ ഗാഡ്. ഇനിയും നമ്മുടെ കുറിവാക്യം മറന്നു പോകല്ലേ. സെക്കൻഡ് തോട്ട്, ദ നെക്സ്റ്റ് പോയിന്റ്, will supply all your needs. ദൈവം എല്ലാം ചെയ്തു തരുമെന്ന്. ദൈവം ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങൾക്ക് മനസ്സിലായി? അധികാരവും താക്കോലും ഒക്കെ കയ്യിലുള്ള ആളാ. ആ ദൈവം പറയുന്നു, ഞാൻ എല്ലാം ചെയ്തു തരാം. എല്ലാം ദൈവം ചെയ്തു തരും. ഒറ്റ കുഴപ്പമുള്ളൂ, ചോദിച്ചാൽ മതി. ഇവിടെ ഇരുന്ന് ദൈവത്തോട് ചോദിച്ചാൽ മതി, ദൈവം ചെയ്തു തരും. എങ്ങനെയാ ദൈവം ചെയ്ത്? ഞാൻ പണ്ടൊരു ദിവസം പറഞ്ഞതാ, ഈ ദൈവം നൂലെ കെട്ടിയൊക്കെ ഇറക്കി തരുമോ? അതിൻ്റെ ആവശ്യമില്ല സഹോദരന്മാരെ. നൂലെ കെട്ടിയൊന്നും ഇറക്കി തരേണ്ട ആവശ്യമില്ല. ഹ്യൂമൻ ഹാൻഡ്സ്, ഹ്യൂമൻ റിസോഴ്സസ് ദൈവത്തിനുണ്ട്. ഇനി ഹ്യൂമൻ റിസോഴ്സസ് എല്ലാം തീർന്നു പോയാലും ദൈവത്തിന് ഒത്തിരി ഒത്തിരി വഴികളൊക്കെ ഉണ്ട്. ദൈവത്തിന് വഴികളൊക്കെ എത്ര വിശാലമാണെന്നറിയാവോ? ലോക ചരിത്രത്തിൽ ആദ്യമായിട്ട് സ്വർഗത്തിൽ നിന്ന് മന്നയൊക്കെ വീണെന്ന് പറഞ്ഞാൽ നമുക്ക് വായിക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ഒന്നുമില്ല. കാരണം
പിന്നെ പറഞ്ഞാൽ യഹൂദന്റെ കാര്യമല്ലയോ? പക്ഷെ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, കഴിഞ്ഞ 25 വർഷത്തെ ക്രിസ്തീയ ജീവിതത്തിൽ എത്ര പ്രാവശ്യം ദൈവം നിനക്ക് മന്ന തന്നതാണ്? ഓ, എനിക്ക് ആ ദൈവത്തെ മറക്കാൻ പറ്റത്തില്ല, എനിക്ക് ആ ദൈവത്തെ മറക്കാൻ പറ്റത്തില്ല. എനിക്ക് ദൈവം മന്ന തന്ന ദൈവമാണ്, എന്നെ ദൈവം നടത്തിയ ദൈവമാണ്, എന്നെ ദൈവം കരുതിയ ദൈവമാണ്. മറഞ്ഞിരിക്കുന്ന മന്ന കൊണ്ട് ദൈവം എന്നെ പോഷിപ്പിച്ചതാണ്. ഇസ്രായേലിന് വേണ്ടി അതിരാവിലെ പൊഴിച്ചു കൊടുത്തെങ്കിൽ എനിക്ക് വേണ്ടി എൻ്റെ ജീവിതയാത്രയിൽ എത്രയോ 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 സന്ദർഭങ്ങളിൽ ദൈവം മന്ന പൊഴിച്ചു തന്നിട്ടുണ്ട്. എത്ര ദൈവമക്കൾക്ക് ഇന്ന് രാവിലെ അത് മനസ്സിലാകുന്നുണ്ട്? ദൈവം നിനക്ക് വേണ്ടി ഓരോ ദിവസമെങ്കിലും സ്വർഗത്തിലെ മന്ന പൊഴിച്ചു തന്നിട്ടുണ്ടെങ്കിൽ അസാധ്യമെന്ന് നീ കരുതിയ സ്ഥലത്ത് നിന്റെ ഇന്ത്യയിൽ നിനക്ക് വിജയം കിട്ടത്തില്ലെന്ന് വിചാരിച്ചപ്പോൾ ദൈവം നിനക്ക് വേണ്ടി വഴി തുറന്നെങ്കിൽ നീ നിന്റെ അധികാരസ്ഥരുടെ മുമ്പിൽ പറയാനൊരു വാക്ക് നിനക്കില്ലാതെ വന്നപ്പോൾ നിന്റെ നാവിനെ ബലപ്പെടുത്തി ഒരു നല്ല വാക്ക് പറയാൻ ദൈവം നിന്നെ ബലപ്പെടുത്തിയെങ്കിൽ, ഓ, നീ കിടന്നുറങ്ങിയപ്പോൾ ചുറ്റുപാടുകൾ സംഭവിച്ച കാര്യത്തിൽ എന്താണ് നടക്കുന്നത് നിനക്കറിയത്തില്ലായിരുന്നു. അത്ഭുതകരമായി ദൈവം നിന്നെ വിടുവിച്ചെങ്കിൽ ഇന്ന് പകൽക്കാലം സ്വർഗീയ മന്നെ അനുഭവിച്ച സകല ദൈവമക്കളും ഓ, ഈ പകലിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യാതെ ഇറങ്ങിപ്പോകരുത്. God will supply. ദൈവം തരും ദൈവമക്കളെ, ദൈവം തരും. ഇന്നും ദൈവം തരും, ഇപ്പോഴും ദൈവം തന്നുകൊണ്ടിരിക്കുക. പ്രൈസ് ഗോഡ്. ഇനിയും ഞാൻ ആ ഭാഗത്തുനിന്ന് ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. എങ്ങനെ ദൈവം തരുമെന്ന്? അക്കോർഡിംഗ് ടു ഹിസ് ഗ്ലോറിയസ് റിച്ചസ് ഇൻ ക്രൈസ്റ്റ് ജീസസ് there is a treasury. അതാ എൻ്റെ മനസ്സിൽ വന്ന ചിന്ത. കേരള ഗവൺമെന്റിന്റെ ട്രഷറി പലപ്പോഴും അടയ്ക്കാറുണ്ട്. ഈ മാസം ബില്ല് മാറുന്നില്ല. ഗവൺമെന്റ് വർക്ക് ചെയ്തിട്ടുള്ളവർ ആരെങ്കിലും ഉണ്ട്, അവർക്കൊക്കെ അറിയാം. ഈ മാസം ബില്ല് മാറുന്നില്ല, ട്രഷറി അടച്ചു. പക്ഷെ ഞാൻ പരിചയപ്പെടുത്തുന്ന ട്രഷറി അടയ്ക്കത്തില്ല. കമോൺ കമോൺ കമോൺ, ദൈവമക്കൾ ശ്രദ്ധിക്കണേ. ഞാൻ പരിചയപ്പെടുത്തുന്ന ട്രഷറി അടയ്ക്കത്തില്ല. ഒരിക്കൽ ഒരു മനുഷ്യൻ ഒരു പ്രവാചകനോട് ചോദിച്ചു, നീ പ്രവചിക്കുന്നു 24 മണിക്കൂറിനുള്ളിൽ ഈ രാജ്യത്ത് റിഡക്ഷൻ റേറ്റിൽ റേഷൻ വിലയ്ക്ക് ആഹാരം കൊടുക്കാൻ പോവുകയാണെന്ന്. സാധ്യമാണോ പ്രവാചക, സാധ്യമാണോ? അതിന് അദ്ദേഹം തന്നെ മറുപടിയും കണ്ടുപിടിച്ചു. എന്താ മറുപടി എന്നറിയാമോ? ദൈവം ആകാശത്തിന്റെ കിളിവാതിൽ തുറന്നാൽ പോലും ഇത് നടക്കാൻ പോകുന്നില്ല, ഇത് നടക്കാൻ പോകുന്നില്ല. ആമി ചുമ്മാതൊന്നും കയറി വിളിച്ചു പറയരുത്. എന്താ കാര്യമെന്നറിയാമോ? നീ പറഞ്ഞ ദൈവം ചിലപ്പോൾ നീ നെഗറ്റീവായി പറഞ്ഞത് ദൈവം പോസിറ്റീവായിട്ട് എടുക്കും. പ്രൈസ് ദി ലോർഡ്. ആകാശത്തിന് വെളിവാതിൽ തുറന്നാൽ നടക്കത്തില്ലെന്ന് പറഞ്ഞ കാര്യം ദൈവം തീരുമാനിച്ചു അങ്ങനെ ചെയ്യണമെന്ന്. ജീസസ്. എല്ലാവർക്കും മനസ്സിലായില്ലെന്ന് തോന്നുന്നു. 2 രാജാക്കന്മാർ 7-ാം അധ്യായം വീട്ടിൽ പോയി ശാന്തമായിട്ട് വായിച്ചു നോക്കിയാൽ മതി. സ്തോത്രം. ആ മനുഷ്യൻ ചോദിച്ചു, ദൈവം ആകാശത്തിലെ കിളിവാതിൽ തുറന്നാൽ ഇത് നടക്കുമോ? സ്തോത്രം. സംഭവിച്ചത് എന്താണെന്ന് നിങ്ങൾക്കറിയാം. അന്ന് അരാമ്യ സൈന്യത്തിന് ദൈവത്തിന്റെ സൈന്യത്തിന്റെ കാലൊച്ച ദൈവം കേൾപ്പിച്ചിട്ട് സൈന്യമെല്ലാം ഓടിപ്പോയി. ഇസ്രായേലിൽ നിന്ന് 4 കുഷ്ഠരോഗികൾ അവിടെ ചെന്നു. അവർ ഭക്ഷിച്ച് തൃപ്തരായിട്ട് പറയാം, നമ്മൾ ചെയ്യുന്നത് ശരിയല്ല, നമുക്ക് മടങ്ങിച്ചെന്ന് നമ്മുടെ രാജാവിനോട് പറയണം, ഇവിടെ ആഹാരമുണ്ടെന്ന്. രാത്രി തന്നെ അവിടെ എഴുന്നേറ്റു. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി ആ കുഷ്ഠരോഗികളെ കുറിച്ച്. ഭക്ഷിച്ച് തൃപ്തരായപ്പോഴെങ്കിലും ബോധം വന്നല്ലോ ചെന്നൊന്ന് പറയണമെന്ന്. ഞാൻ അറിഞ്ഞ സത്യമാണ്, ഇനി ഇതാരോടും പറയാൻ പാടില്ല. അവർ രാത്രി തന്നെ എഴുന്നേറ്റ് പോയി രാജാവിന്റെ അടുക്കൽ വിവരം പറഞ്ഞു. രാജാവ് രാത്രി വന്ന് കൊള്ളയിട്ടു, അരാം രാജ്യത്തെ കൊള്ളയിട്ടു. പ്രവാചകൻ പ്രവചിച്ചതുപോലെ അടുത്ത ദിവസം അതേ സമയത്ത് വിതിൻ 24 hours ശമരിയുടെ പടിവാതിക്കൽ റിഡക്ഷൻ റേറ്റിൽ ആഹാരം വിൽക്കാൻ തുടങ്ങി. ശ്രദ്ധിക്കണേ ദൈവമക്കൾ, ശ്രദ്ധിക്കണേ. ദൈവം തുറക്കുമോ? ദൈവം തുറക്കും. ഇന്ന് പകലിൽ ഈ ഹോളിൽ നിന്ന് കണ്ണുനീരുകൊണ്ട് ഈ ഹോളിൽ വന്ന ദൈവവൈതലിനോട് ദൈവത്തിന്റെ വചനം വിളിച്ചു പറയുന്നു, God will open a new way for you. ഇന്ന് പകൽക്കാലം ഒരു പുതിയ വഴി ദൈവം നിനക്ക് വേണ്ടി തുറക്കും. അതെങ്ങനെയാണെന്ന് നിനക്കറിയത്തില്ല. അവനൊരു ചാനൽ വെട്ടാൻ തുടങ്ങിയിട്ടുണ്ട്, അവനൊരു വഴി വെട്ടാൻ തുടങ്ങിയിട്ടുണ്ട്, അവനൊരു തോട് നിനക്ക് വേണ്ടി തുറക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അത് വെളിപ്പെട്ട് വന്നില്ല, നിന്റെ അടുക്കലെത്തിയില്ല. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു, ഇന്ന് പകലിൽ ദൈവത്തിന്റെ വചനവുമായി ഞാൻ ഈ ഹോളിൽ നിൽക്കുമ്പോൾ, അഭിഷേകമുള്ള ദൈവമക്കൾ ഒരുമിച്ച് ദൈവത്തെ ആരാധിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ, വിശ്വസിക്കുന്ന ദൈവത്തിന് വേണ്ടി അവരുടെ അരികിലേക്ക് ദൈവത്തിലെ നീർത്തോടുകൾ ഒഴുകി വരികയാണ്. ജീസസ്. ദൈവം തുറക്കുമോ? എല്ലാവരും ശ്രദ്ധിക്കണം. ഇങ്ങോട്ട് നോക്കി, എല്ലാവരും നോക്കി. ദൈവം തുറക്കുമോ? ദൈവം തുറക്കും. ദൈവമക്കളെ, എന്താ കാര്യമെന്നറിയാമോ? എന്റെ ദൈവത്തിനൊരു കിളിവാതിലുണ്ട്. ആമേൻ. മലാഖി പ്രവചനം വായിച്ചാലും മതി. ആ കിളിവാതിലെ പ്രേര് ഞാൻ പറയാം. ദ ഫ്ലഡ് ഗേറ്റ്സ് ഓഫ് ഹെവൻ.
Praise the Lord. ഫ്ലഡ് എന്ന് പറഞ്ഞാൽ എന്താ മലയാളമെന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ദൈവത്തിന്റെ കിളിവാതിൽ തുറന്നാൽ ആമേ പെരുവെള്ളപ്പാച്ചിൽ പോലെ അത് ഒഴുകി വരുമെന്ന. ഇന്ന് രാവിലെ ഇവിടെ വന്നിരിക്കുന്ന ദൈവമക്കളെ കൈ ഉയർത്തി മതി കർത്താവെ അനുഗ്രഹിച്ചത് മതി എന്ന് പറയുന്നത് വരെ നിന്നെ അനുഗ്രഹിപ്പാൻ ദൈവം വിശ്വസ്തനാണ്. ആമേ ഈ വാഗ്ദത്തം കയ്യിലുള്ള ദൈവമക്കൾ ഇന്ന് രാവിലെ ഹോളിൽ ആമേ സ്തോത്രം ചെയ്യാതെ പോകരുത്. സഹോദര, അധികാരം മനുഷ്യന്റെ കയ്യിലല്ല. സഹോദര, അധികാരം ഭരണകൂടങ്ങളുടെ കയ്യിലല്ല. അധികാരം തോളിലുള്ള എന്റെ കർത്താവ് ഇന്ന് പകലിൽ ഈ ഹോളിൽ നടകൊള്ളുകയാണ്. അധികാരം കയ്യിലുള്ള എന്റെ കർത്താവ് ഇന്ന് പകലിൽ ഈ ഹോളിൽ നടക്കുകയാണ്. അവന്റെ തോളിലാണ് ഗവൺമെന്റ് ഇരിക്കുന്നത്. അവന്റെ തോളിലാണ് താക്കോൽ ഇരിക്കുന്നത്. ആമേ, നിനക്ക് തുറക്കാൻ കഴിയത്തില്ല, പക്ഷെ ആ താക്കോലിട്ട് എന്റെ ദൈവം ഇന്ന് പകൽ നിനക്ക് വേണ്ടി തുറക്കാൻ പോകുകയാണ്. വിശ്വസിക്കുന്ന ഒരു ദൈവം ഈ ഹോളിൽ ഉണ്ടെങ്കിൽ സന്തോഷത്തോടെ ദൈവത്തിന്റെ നിമിഷം സ്തോത്രം ചെയ്യട്ടെ. എന്റെ ദൈവത്തിന്റെ കയ്യിലിരിക്കുന്ന താക്കോൽ കൊണ്ട് അവന് സിംഹത്തിന് വായ അടയ്ക്കാൻ കഴിയും. അവന് പെരുവെള്ളത്തിന് ഏച്ചു നിർത്താൻ കഴിയും. അവന് തീച്ചുള്ള ബലത്തെ കെടുത്താൻ കഴിയും. അവൻ സിംഹത്തിന് വായ അടയ്ക്കുന്ന ദൈവമാണ്. വിശ്വസിക്കുന്ന ദൈവമൊക്കെ ഇന്ന് പകൽ ഈ ഹോളിൽ നിന്ന് പറയണം, അധികാരം മനുഷ്യന്റെ കയ്യിലല്ല, അധികാരം എന്റെ ദൈവത്തിന്റെ തോളിലാണ്. ജീസസ് ജീസസ് ജീസസ്. എല്ലാവരും ഒരു നിമിഷം കർത്താവിനെ സ്തുതിക്കണം. എല്ലാവരും ഒരു നിമിഷം കർത്താവിനെ സ്തുതിക്കണം. ഹല്ലേലൂയ. എന്റെ ദൈവം ഇന്ന് രാവിലെ സമയം നിന്റെ ജീവിതത്തിൽ നേക്കരെ നോക്കിക്കൊണ്ട് വിളിച്ചു പറയുകയാണ്, ആമേൻ, എന്റെ ദൈവമോ നിന്റെ ബുദ്ധിമുട്ടൊക്കെയും. എന്താ നിന്റെ ബുദ്ധിമുട്ട്? ആത്മീയമായ വിഷയമാണോ? എന്താ നിന്റെ ബുദ്ധിമുട്ട്? ഭൗതികമായ വിഷയമാണോ? എന്താ നിന്റെ ബുദ്ധിമുട്ട്? ശാരീരിക വിഷയമാണോ? എന്താ നിന്റെ ബുദ്ധിമുട്ട്? മാനസിക വിഷയമാണോ? എന്താ നിന്റെ ബുദ്ധിമുട്ട്? സകല